നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നതിനിടയിലും ഒഡീഷയിലേക്കാണ് രാജ്യത്തിന്റെ കണ്ണുകൾ മുഴുവൻ. കാരണം ഒഡീഷ നിയമസഭയിലെ 147 സീറ്റുകളിൽ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. ഒഡീഷയിലെ ഭരണകക്ഷിയായ ബിജു ജനതാദൾ 2019 തെരഞ്ഞെടുപ്പിൽ 112 നിയമസഭാ സീറ്റും 12 ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കിയിരുന്നു. കാലാകാലങ്ങളായി ഒഡീഷയിൽ ഏറ്റവും അധികം ആധിപത്യം പുലർത്തി പോകുന്നതും നവീൻ പട്നായിക്കിന്റെ BJD തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് മോദിയും നവീൻ പട്നായിക്കും തമ്മിൽ ഉണ്ടായ വാക്പോരുകൾ തന്നെയായിരുന്നു. സംസ്ഥാനത്ത് ദാദാ, കേന്ദ്രത്തിൽ മോദി എന്നുള്ള ഒരു പതിവ്, ആ ഒഡീഷയുടെ പതിവ് ഇക്കുറി മാറി മറിഞ്ഞേക്കാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. 23 വർഷമായി ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി തുടരുന്ന നവീൻ പട്നായിക്കിന് ഒരു പകരക്കാരൻ എന്ന നിലയിൽ ഇതുവരെയും ഒരു ചിന്ത ഒഡീഷയുടെ മണ്ണിൽ ഉണ്ടായിരുന്നില്ല. ബിജു പട്നായിക്കിന്റെ മകൻ എന്നുള്ള പിൻബലവും രാഷ്ട്രീയ പാരമ്പര്യവും ഒരു ക്ലീൻ ഇമേജും ഒക്കെ അദ്ദേഹത്തെ തുണച്ചിട്ടുമുണ്ട്. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും സംസ്ഥാനത്തെ കാര്യങ്ങൾ മുറയ്ക്ക് നടക്കണം എന്നുള്ള ഒരു പോളിസിയാണ് എല്ലാ കാലത്തും നവീൻ പട്നായിക് പിന്തുടർന്നിട്ടുള്ളത്. പക്ഷെ പതിറ്റാണ്ടുകളായി കലിംഗ മണ്ണിൽ BJD നിലനിർത്തിയിരിക്കുന്ന ആധിപത്യത്തിന് ഇക്കുറി തിരശ്ശീല വീണേക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം ഭരണം പോലും BJDക്ക് നഷ്ടമായേക്കാം എന്ന നിലയ്ക്കാണ് നിലവിൽ ഒഡീഷയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനായ VK പാണ്ഡ്യൻ എന്ന തമിഴ്നാട്ടുകാരൻ പട്നായിക്കിന്റെ പിൻഗാമി എന്ന നിലയിൽ ഒഡീഷയിലെ രാഷ്ട്രീയത്തിൽ കളം നിറഞ്ഞതോടുകൂടിയാണ് നവീൻ പട്നായിക്കിനെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ഒരു എതിർപ്പ് രൂപപ്പെട്ടത്. നിരവധി നേതാക്കൾ പാർട്ടി വിട്ടുകൊണ്ട് BJDയിൽ നിന്നും പടിയിറങ്ങി BJPയിലേക്കും കോൺഗ്രസിലേക്കും ചേക്കേറുന്ന ഒരു കാഴ്ച കൂടി സംസ്ഥാനത്തുണ്ടായിരുന്നു. BJP സംസ്ഥാന ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും വർഷങ്ങളായി ഒഡീഷയിൽ നടത്തി വരുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്ര വലിയ എതിർപ്പുകൾക്കിടയിൽ നവീൻ പട്നായിക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് പ്രധാന കാരണം വർഷങ്ങളായി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ BJDയിൽ നിന്നും പടിയിറങ്ങി പോയി എന്നത് തന്നെയാണ്. BJD എന്നുള്ള പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഒഡീഷയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണം BJPക്കും അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസും മാറിയേക്കും എന്നുള്ള വിലയിരുത്തലുകൾ കൂടി അവിടെ നിന്നും വരുന്നുണ്ട്. ഒഡീഷ ഇക്കുറി BJP സ്വന്തമാക്കും എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. ഇരട്ട മാറ്റത്തിന് ഒഡീഷ തയ്യാറെടുക്കുന്നു എന്നും സംസ്ഥാനത്ത് BJP 15 ലോക്സഭാ സീറ്റുകളും 75 നിയമസഭാ സീറ്റുകളും നേടും എന്നുമാണ് അമിത്ഷാ പ്രവചിച്ചത്. അങ്ങനെ ഒഡീഷയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രൂപീകരിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അമിത്ഷായുടെ ഈ ഒരു പ്രവചനത്തോട് ചേർന്ന് നിൽക്കുന്ന ചില സാധ്യതകൾ തന്നെയാണ് ഒഡീഷയിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 35 സീറ്റുകളിലേക്കാണ് ഇന്ന് വിധിയെഴുത്ത് നടക്കുന്നത്. ഈ 35 സീറ്റുകളിലെ ഫലം കാര്യമായ സ്വാധീനം നിയമസഭയിൽ ഉണ്ടാക്കാൻ ഉതകുന്നത് തന്നെയാണ്. കാരണം തന്ത്രപ്രധാനമായ സീറ്റുകൾ അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള സീറ്റുകൾ തന്നെയാണ് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത്. അങ്ങനെ BJDയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വലിയ ആശങ്കകളോടുകൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.